السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين أما بعد. സഹോദരങ്ങളെ, മുഖാമുഖവുമായി ബന്ധപ്പെട്ട ആമുഖവും ചില നിബന്ധനകളും നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ഒരു അധിക പ്രസംഗം ഞാൻ നടത്തുന്നില്ല. അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ തനിമയാർന്ന ആശയങ്ങളാണ്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് മാത്രമേ സത്യമുള്ളൂ, അല്ലാത്തതൊക്കെ ഇസ്ലാമിന്റെ പേരിലുള്ള ഇത്തിക്കണ്ണികളാണ് എന്ന കാര്യം നാം എല്ലാവരും മനസ്സിലാക്കുകയും ഈ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങളിൽ നമ്മെ സംശയിപ്പിക്കാനോ വസ്വാസ് ഉണ്ടാക്കുവാനോ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ സംശയങ്ങൾ അവർക്ക് ചോദിക്കാം, സംശയമുള്ളവർക്ക് ചോദിക്കാം, സംശയിപ്പിച്ചവർക്ക് ചോദിക്കാം. അതിനുള്ള അവസരം ഇവിടെയുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ സുന്നി പ്രവർത്തകന്മാർ നിങ്ങൾക്ക് മറുപടി നൽകുന്നതാണ്. റഷീദ് സഖാഫി കുറ്റിയാടി ഇവിടെ ഉണ്ട്, ബഹുമാനപ്പെട്ട റഹ്മത്തുള്ള സഖാഫിയും ഉണ്ട്, മറ്റു പണ്ഡിതന്മാരുണ്ട്. നിങ്ങൾക്ക് മറുപടി നൽകും. ചോദ്യകർത്താക്കളെ ക്ഷണിച്ചുകൊണ്ട് മറ്റു വിഷയങ്ങളിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല. ആവശ്യാനുസരണം പ്രതിപാദിക്കാം എന്നുണർത്തി അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, ഇങ്ങനൊരു അവസരം കിട്ടിയതിൽ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. ബഹുമാനപ്പെട്ട അലവി സഖാഫി അബ്ദുർ റഷീദ് സഖാഫി കുറ്റിയാടി, ഞങ്ങൾ കുറച്ച് മുമ്പ് അടുത്ത ദിവസം ഞങ്ങൾ പരസ്പരം ചോദിക്കുകയും മറുപടി പറയുകയും ചെയ്തതാണ്. അവരെ വീണ്ടും കണ്ടുമുട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. എന്റെ ഒന്നാമത്തെ ചോദ്യം, ബഹുമാനപ്പെട്ട അബ്ദുർ റഷീദ് സഖാഫി കുറ്റിയാടി അവർ ഇപ്പോൾ പറഞ്ഞു കേട്ടതിലുള്ള ഒരു സംശയം. ഞാൻ മുജാഹിദുകാരനാണ്. ഞങ്ങളും മുജാഹിദുകളും മക്കാ മുശ്രിക്കുകളും സമമാണ്, തുല്യമാണെന്ന് ഇപ്പോൾ എല്ലാ കാര്യത്തിലല്ല, ഒരു കാര്യം അദ്ദേഹം ഉദ്ദേശിച്ച് പറഞ്ഞു. ഞാനത് സമ്മതിക്കുന്നു. ഒരു കാര്യത്തിൽ മക്കാ മുശ്രിക്കുകളും മുജാഹിദുകളും സമമാണ്, തുല്യമാണ്. ഏത് കാര്യത്തില്? അപകടം വരുമ്പോൾ, ഇപ്പൊ കൊടുങ്കാറ്റടിക്കുമ്പോൾ മക്കാ മുശ്രിക്കുകള് അള്ളാഹുവെ കാക്കണേ രക്ഷിക്കണേ എന്ന് അള്ളാഹുവിനെയാണ് വിളിച്ച് പ്രാർത്ഥിച്ചത്. മുജാഹിദുകളും അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. കഴിഞ്ഞ ദിവസം വില്യാപ്പള്ളി വെച്ച് ബഹുമാനപ്പെട്ട അബ്ദുർ റഷീദ് സഖാഫി കുറ്റിയാടി അവർകളോട് ഞാനൊരു ചോദ്യം ചോദിച്ചപ്പം അദ്ദേഹം പറഞ്ഞത്, മുരീശങ്ങളോട് കൊടുങ്കാറ്റടിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നതും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതും സമമാണ്, തുല്യമാണെന്നാണ്. ഏതായാലും ഞങ്ങളെക്കാൾ മക്ക മുശ്രിക്കുകളെക്കാളും മുജാഹിദീങ്ങളെക്കാൾ എത്രയോ താഴത്താണ് അപ്പം ബഹുമാനപ്പെട്ട അബ്ദുർ റഷീദ് സഖാഫി ഉള്ളതെന്ന് ഈ ഇന്നത്തെ അദ്ദേഹത്തിന്റെ ഇതിൽ നിന്നും മനസ്സിലായി. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാതിരിക്കലല്ലേ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസം ഇതുവരെ ലോക മുസ്ലിങ്ങൾ അംഗീകരിച്ചത്? അള്ളാഹുവിനോട് മാത്രമല്ലേ പ്രാർത്ഥിക്കേണ്ടത്? അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ? അത് ഈ നാട്ടിലെ ജനങ്ങൾക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ആ ചോദ്യം വീണ്ടും ഞാൻ ഇവിടെ ആവർത്തിക്കുന്നത്. ഇവിടുത്തെ നിങ്ങളുടെ ഉസ്താദന്മാരുടെ ആ വിശ്വാസം ഈ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇദ്ദേഹം കുറച്ചു ദിവസം മുമ്പ് ഇപ്പോ മുജാഹിദാണെന്ന് പറഞ്ഞു, മുജാഹിദിന്റെ മൗലവിയാണ്, പള്ളിയിലെ ഇമാമാണ് എന്നൊക്കെ വെല്ലിയാപ്പള്ളിയിൽ വെച്ച് പറഞ്ഞിരുന്നു. അയാൾ വെല്ലിയാപ്പള്ളി വന്ന് കുറച്ച് സംശയങ്ങളൊക്കെ ചോദിച്ച് വല്ലാഹിയൊക്കെ എഴുതിച്ച് പോയതാണ്. അതിന്റെ CD ഇവിടെ വിതരണം ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വാങ്ങി കേൾക്കാവുന്നതുമാണ്. ഇപ്പൊ മൂപ്പര് ഒരു പുതിയ ശൈലിയിൽ എന്റെ വിഷയാവതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ചോദ്യം ചോദിച്ചിരിക്കുകയാണ്. അതായത്, മക്കാ മുശ്രിക്കുകളെ പോലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം അത് അള്ളാഹുവിനെ മനസ്സിലാക്കുന്നതിൽ അപാകത പറ്റിയ ആളുകളാണ് മക്കാ മുശ്രിക്കുകൾ. അള്ളാഹ് പറയുന്ന ആളുകളാണ്, പക്ഷെ അള്ളാഹുവിനെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ അപാകത പറ്റി. വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി,
അള്ളാഹുവിനെ ഗ്രഹിക്കേണ്ട പ്രകാരം, മനസ്സിലാക്കേണ്ടത് പ്രകാരം മനസ്സിലാക്കാത്ത ആളുകളാണ് മക്കയിലെ മുശ്രിക്കുകൾ. ഇതുപോലെയാണ് മുജാഹിദുകൾ അവരുടെ ഗ്രന്ഥങ്ങൾ വെച്ചുകൊണ്ട് ഞാനിവിടെ നേരത്തെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. അപ്പൊ മൂപ്പര് പറഞ്ഞാൽ ഞങ്ങൾ മക്കാ മുശ്രിക്കുകളും ഒരുപോലെയാണ്, മക്കയിലെ മുശ്രിക്കുകളും ഞങ്ങളും ഒരുപോലെയാണെന്നാ പറയുന്നത്. മുജാഹിദുകൾ അൽമനാറിൽ എഴുതി അള്ളാഹു എവിടെ എന്ന് ചോദിച്ചുള്ള ലേഖനത്തിൽ അവർ പറയുന്നു അള്ളാഹു ആകാശം. പിന്നെ അതിനുശേഷം ഇറങ്ങിയ ഈ പുസ്തകത്തിൽ അവർ പറഞ്ഞു ആരാണ് അള്ളാഹു എന്ന ഈ പുസ്തകത്തിൽ പറഞ്ഞു അള്ളാഹ് ആകാശത്തിന്റെ പുറത്താണ്, അള്ളാഹ് ആകാശത്തിന്റെ പുറത്താണ്. ഒരു കാലഘട്ടങ്ങളിൽ മുഴുവൻ അവര് പ്രചരിപ്പിച്ചിരുന്ന വിഷയം അള്ളാഹ്ക്ക് വലത്തേ കൈയും ഇടത്തേ കൈയും ഉണ്ട് എന്നാണ്. ഇപ്പൊ അവർ പറയുന്നത് അള്ളാഹ്ക്ക് ഇടത്തേ കൈ ഇല്ല എന്നാണ്. ഇങ്ങനെ അള്ളാഹുവിനെ മനസ്സിലാക്കുന്ന വിഷയത്തിൽ അപകടം പറ്റിയ ആളുകളാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകൾ. മക്കയിലെ മുശ്രിക്കുകളും അതേപോലെയാണ്. അവർ അള്ളാഹുവിനെ മനസ്സിലാക്കുന്നിടത്തിൽ ഒരുപാട് അപകടങ്ങൾ അവർക്ക് സംഭവിച്ചിരുന്നു. ഈ വിഷയത്തിൽ മുജാഹിദ് പ്രസ്ഥാനവും അതുപോലെ തന്നെ മക്കാ മുശ്രിക്കുകളും ഒരുപോലെയാണ്. ഇതാണ് നമ്മളിവിടെ പ്രതിപാദിച്ച വിഷയം. അതല്ലാന്നോ, അത് അങ്ങനെ പറഞ്ഞത് ഞങ്ങളുടെ പുസ്തകത്തിൽ ഇല്ലാന്നോ എന്നൊന്നും അല്ല മൂപ്പര് പറഞ്ഞത്. ഇത് പറഞ്ഞുകൊണ്ട് വന്നിട്ട് മൂപ്പര് പിന്നെ പറയുന്നത് മക്കയിലെ മുശ്രിക്കുകളും ഞങ്ങളും ഒരു വിഷയത്തിൽ സമാണ്. അത് കപ്പലൊക്കെ അപകടത്തിൽപ്പെടുന്ന സമയത്ത് അവർ അള്ളാനെ വിളിച്ചത് ഞങ്ങളും അള്ളാനെ വിളിക്കുന്നത്. എന്നിട്ട് വില്യാപ്പള്ളിയിൽ വെച്ച് എന്നോട് ചോദിച്ചു, ഞാൻ ചോദിച്ച ചോദ്യത്തിന്റെ മറുപടി അള്ളാഹുവിനെ വിളിക്കുന്നതും അതുപോലെ ബദരീങ്ങളെ വിളിക്കുന്നതും നബിമാരെ വിളിക്കുന്നതും ഏതാണ് അതിൽ ശരിയെന്ന് ചോദിച്ചപ്പോ രണ്ടും ശരിയാണ് എന്ന മറുപടി അവിടെ വെച്ച് പറഞ്ഞു. അള്ളാഹുവിനെ വിളിക്കുമ്പോ അള്ളാഹു ഖാലിഖാണ്, ഇലാഹാണ് എന്ന നിലയ്ക്ക് നമ്മൾ വിളിക്കും. അള്ളാഹു നിശ്ചയിച്ച കാരണങ്ങൾ, ആ കാരണങ്ങളെ സമീപിക്കുക എന്ന നിലക്ക് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ നമ്മൾ വിളിക്കും. ഇങ്ങനെ അള്ള നിശ്ചയിച്ചതാണ്, അള്ള പറഞ്ഞതാണ്, അനുവദിച്ചതാണ് എന്ന നിലക്ക് രണ്ട് വിളിയും അനുവദനീയമാണ് എന്നും നമ്മൾ അവിടെ വിശദീകരിക്കുകയുണ്ടായി. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇദ്ദേഹത്തിന് എന്ത് ചോദ്യമാണ് ചോദിക്കാനുള്ളത്, ആ ചോദ്യമാണ് ഇവിടെ അവതരിപ്പിക്കേണ്ടത് എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അവസാനം മൂപ്പര് ചോദ്യത്തിലേക്ക് എത്തിപ്പെട്ടത് എന്ന് പറഞ്ഞാല് പിന്നെ നമ്മൾ അള്ളാനെ മാത്രം വിളിക്കലല്ലേ, അവനോട് മാത്രം സഹായിച്ച് ചോദിക്കലല്ലേ നല്ലത് എന്ന ഒരു ചോദ്യത്തിൽ ആണ് അദ്ദേഹം അവസാനിപ്പിച്ചത്. നമ്മൾ മുജാഹിദുകളും അതുപോലെ സുന്നികളും തമ്മിലുള്ള ഏറ്റവും വലിയ തർക്കം എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്ത ആളുകളെ സഹായത്തിന് വിളിക്കുക എന്നത്, അമ്പിയാക്കളെ, ഔലിയാക്കളെ, മഹാന്മാരെ വിളിക്കുക എന്നത് ശിർക്കാകുന്നു എന്നാണ് അവരുടെ വാദം. ശിർക്കല്ല എന്ന് സമ്മതിച്ചിട്ടല്ലേ നല്ലതാണോ അല്ലയോ എന്ന വിഷയത്തിലുള്ള തർക്കം. മുജാഹിദാണ് അയാളത് പറഞ്ഞു. മുജാഹിദ് പള്ളിയിലെ ഇമാമാണ് അദ്ദേഹം. ഒന്ന് വെല്ലിയാപ്പള്ളി വെച്ച് നമുക്ക് പരിചയപ്പെടുത്തി തരുകയും ചെയ്തു. ആ ഇമാമ് പ്രതിനിധീകരിക്കുന്ന അല്ലെങ്കിൽ ആ ഇമാം ഉൾക്കൊണ്ട മുജാഹിദ് പ്രസ്ഥാനം ആദ്യം പറയേണ്ടത് അള്ളാഹു അല്ലാത്ത ആളുകൾ വിളിക്കൽ അത് ശിർക്കൊന്നുമല്ല, പിന്നെ ഞങ്ങളുടെ അഭിപ്രായം നല്ലതല്ല ഇപ്പൊ എന്ന് ആണ് അദ്ദേഹം പറയുകയാണെങ്കിൽ പറയേണ്ടത്. എന്നാലേ പിന്നെ മറ്റേത് നമ്മൾ മറുപടി കാണേണ്ടതുള്ളൂ. അതുകൊണ്ട് ശിർക്കാണ് എന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വാദത്തിലുള്ളവർക്ക് വല്ല മാറ്റം ഉണ്ടെങ്കിൽ അത് പറയണം. എന്നിട്ട് ഇൻഷാ അല്ലാഹ് ആ വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം എന്നും ഓർമ്മ